ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഉഗാണ്ടയിൽ എൻഡബെ. ഇവിടെ എയർപോർട്ടുള്ള ഒരു ഏരിയയിലാണ്. ഉഗാണ്ടൻ്റെ എയർപോർട്ടുള്ളത് എൻഡബയിലാണ്. കമ്പാലയിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ അപ്പുറത്താണ് എൻഡബെ സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് നമ്മൾ കലങ്കല എന്ന് പറഞ്ഞൊരു ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി, ഇത് ഇവിടുത്തെ ഒരു ഫെറി സർവീസാണ്. ആ ഫെറിയിൽ നമ്മൾ കലങ്കിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. നമ്മളെ ബൈക്ക് ഫെറീൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. ഇത് സാധാരണ വാഹനങ്ങൾ കൊണ്ടുപോകുന്ന ഫെറിയല്ല, ആളുകൾക്ക് യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ അവരോട് സംസാരിച്ചിട്ട് നമ്മൾ ബൈക്കും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ജസ്റ്റ് $2 ചാർജ് ഉള്ളൂ ബൈക്കിന്. നമുക്ക് $10. റിയാസ് ഓൾറെഡി അതിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കടലിലാണ്, കായലാണിത്, കടലല്ല, കടൽ പോലെ പരന്ന് കിടക്കുന്ന ഒരു കായൽ. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കായൽ, ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആണ് വിക്ടോറിയ ലേക്കിലൂടെ ഏകദേശം 2.5-3 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ കലങ്കല ഐലൻഡിലെത്തുക. കലങ്കല ഐലൻഡിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കൂടുതൽ അറിയാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പോർട്ട്. ഇവിടെ നിന്നാണ് ചെറിയ ജങ്കാർ സർവീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, സ്പീഡ് ബോട്ടുകൾ. ഇപ്പോൾ നമുക്ക് പ്രൈവറ്റായിട്ട് വിളിച്ചിട്ട് പോകണമെന്നെങ്കിൽ സ്പീഡ് ബോട്ടുകളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇനി അതല്ല, തോണിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മീൻ പിടിക്കാൻ പോകുന്നവരുടെ തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്ത്. അവിടെ അതിൻ്റെ അപ്പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അവിടെ കുറേ തോണികൾ നിർത്തിയിട്ടിട്ടുണ്ട്. ആ തോണികൾ നമുക്ക് വേണമെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ പൊന്നിൻ്റെ വില പറയുമല്ലോ, ഭയങ്കര റേറ്റ് ആയിരിക്കും. ഇവിടെയുള്ള ഏത് ഐലൻഡിലേക്ക് കൊണ്ടുപോകും. ഇത് അതുപോലെ ജങ്കാർ സർവീസാണ്. സർവീസ്. ഈ ജങ്കാർ ഇതുപോലെ ഇവിടുന്ന് ബോട്ടും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട്, ഈ ബോട്ടിൽ ഇവിടുന്ന് വാഹനങ്ങൾ കയറ്റിയിട്ട് അപ്പുറത്ത് വേറെ കരയുണ്ട്, ഒന്നുകൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടുന്ന് ഇത് ഫ്രീ സർവീസാണ്. ഇതെല്ലാം ഇവിടുന്ന് വാഹനങ്ങളെല്ലാം കയറ്റിയിട്ട് നേരെ അപ്പുറത്തെ കരയ്ക്ക്. ഇത് ഗവൺമെൻറ്റിൻ്റെ സർവീസാണ്, ഫ്രീ ആണ്. ഇനി ഇവരുടെ അല്ല, ഇതുപോലെ ചെറിയ ബോട്ടുകളുണ്ട് അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടുള്ള. അതുപോലെ തോണി, അപ്പുറത്തെ മീൻപിടുത്തക്കാർ ഉള്ള ആ തോണിയിലൊക്കെ അവർ 3000 ഷില്ലിങ്ങിന്, അതായത് $1 എന്ത് ചെയ്യും, ഇവിടുന്ന് അക്കരെ കടത്തി തരും. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ആളുകളൊക്കെ റെഡിയാണ്. റിയാസൊക്കെ ഫുൾ സപ്പോർട്ടായി റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മളിപ്പോഴും ഇവിടുന്ന് മൂവ് ചെയ്തിട്ടില്ല. ബോട്ടിൽ എങ്ങനെ ടിക്കറ്റിങ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് ഇവിടുത്തെ നോർമൽ സീറ്റ്. അതായത് $10 സീറ്റുകളാണിത്. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് VIP. ഇതിന് $13, അതായത് $10
1 മണിയായിട്ടുള്ളൂ. 2 മണിക്കാണ് വണ്ടി എടുക്കുക. ഫുഡ് കഴിക്കണമെങ്കിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയതാണ്. ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. സോറി. നമ്മളെ ഫെറി ഇതാ ഏകദേശമൊക്കെ ലോഡായിട്ട് പോകാൻ റെഡി ആയി നിൽക്കുകയാണ്. കുറച്ചുകൂടി വാഹനങ്ങൾ ആ തിലക്കും കൂടെ ആ കാറും ആ ബൈക്കൊക്കെ കയറ്റുമ്പോൾ അതിനത് ഫുള്ളാവും. അത് കഴിഞ്ഞ് ഓലെ യാത്ര തുടങ്ങും. അത് കഴിഞ്ഞ് നമ്മളെ ഷിപ്പിൻ്റെ അവിടെ നിന്ന് കുറേ പോകുന്നതിന് നമ്മൾ അല്ല ഫുഡ് കഴിക്കാൻ വല്ലതും കിട്ടുമൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. ഇവിടെ എന്തൊക്കെയോ പൊരിക്കടികളൊക്കെ കാണുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചപ്പാത്തി ഉണ്ടല്ലേ? How much for the chapati? 500. You have which sauce you have? Oh, you have omelette? How much for the omelette? Omelette. Yeah, that one. Eh? Rolex for how much? Sorry? Rolex for how much? Rolex? Yes. Oh, how much? 2.5. 2.5. Yes. Rolex 2.5. Mana? Fried egg. Okay, do you want? What is this? What is this? Eh? Commando. ഏത് കറി വെച്ച് വേണ്ട? എന്തൊരു കറി വെക്കണ്ടേക്ക്. ബീൻസ് വെക്കുക. ബീൻസ് ചപ്പാത്തിക്ക് വെച്ചാൽ അത് കമാൻഡോ ആയി. ചുക്കുമാൻഡോ അത് വേണ്ട. ഇവിടെ എന്തോ ഒരു പൊരി കാണുന്നുണ്ട്. ഹൗ മച്ച് ഫോർ ദീസ്? 100. ഒരു പീസ് കഴിച്ചു നോക്കുക. ഇതുവേണം എനിക്ക്. രസമുണ്ട്. കുഴപ്പമില്ല. Which sauce you have for this? Scary. This one and This one? yeah, chapati. Shallots. You have any sauce? Any sauce? Yes. Which one? Beans? Yes. Beans. How much? Beans and chapati. Huh? Beans and chapati. Yes. 2K. 2K? Yes. Okay, give me Rolex. Yeah, 1 Rolex. Only egg for him. One egg. Fried egg. Yeah, 1. 2. Double. നമ്മളെ നാട്ടിലുള്ളൊരു തരം കടി തന്നെ. ജസ്റ്റ് മാവ് മാത്രം ഇങ്ങനെ പൊരിച്ചിടുന്നത്. ചപ്പാത്തി പിന്നെ നമ്മളെ നാട്ടിലെ കടി തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ട് സാധനങ്ങളൊക്കെ. ഒരു റോളക്സ് ഇവിടുത്തെ ദേശീയ ഫുഡാണ്. അപ്പോൾ റോളക്സ് ഉണ്ടാക്കാൻ ആദ്യം എഗ്ഗ്. യു മേക്കിംഗ് റോളക്സ്? യു മേക്കിംഗ് റോളക്സ്? ഓക്കെ ഓക്കെ. ഐ വാണ്ട് ടു സീ. അതൊക്കെ എന്താ? On the fried egg, no. Okay, no problem. You make this one. You make Rolex. Yeah, make Rolex. ഇതാണ് നമ്മളെ ചട്ടി. ചട്ടിന്റെ മേലെ റോളക്സ് ഉണ്ടാക്കുക. ഈ ചട്ടിയൊന്നും മാറ്റി വെച്ച് കണ്ടാണ് പോയത്. സാധനം കണ്ടോ? നല്ല ചൂടായിട്ട് തിളച്ച് നിൽക്കുക. അയക്ക് ഇതാക്കുന്നത് കാബേജ് ഇട്ട് കിട്ടും. അപ്പോൾ എന്താ പരിപാടി? കാബേജ് ഇട്ട് കണ്ടുള്ള റോളക്സ് ഞാൻ ആദ്യമായിട്ട് കാണാം. ഏതായാലും കിടക്കട്ടെ, ഓരോ ഉണ്ടാക്കുന്നവരുണ്ടാക്കാം. കുറച്ച് വെച്ചു. അതിൻ്റെ മേലെ കൂടെ അടുത്തത് അതിൻ്റെ അടിഭാഗം പൊരിയാൻ കാത്തിക്കാൻ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് നീക്കി. അതാണ് റോളക്സ് കേട്ടോ. ഉഗാണ്ടയിലെ ഏറ്റവും മെയിൻ ഫുഡാണ് ഈ കാണുന്നത്. ഏറ്റവും മെയിൻ ഫുഡ്. എവിടെ പോയാലും റോളക്സ് വേണം. ഇവിടെ റോളക്സ് പറഞ്ഞ വാച്ചല്ല. വാച്ചൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ അതാർക്കും അറിയില്ല. എല്ലാവർക്കും അറിയണ റോളക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുത്തെ റോളക്സ് ചപ്പാത്തി എഗ്ഗ് കൂടുള്ളൊരു പരിപാടി. നമ്മുടെ നാട്ടിൽ തുടങ്ങാവുന്നൊരു സംഭവമാണ് ഇട്ടത്. സംഭവം നല്ല ടേസ്റ്റാണ്. അധികം കറിയും കാര്യങ്ങളൊന്നും വേണ്ട. അത് ജസ്റ്റ് മടക്കിയിട്ട് മുറിച്ചും തരുമല്ലോ, കഴിച്ചാൽ മതി. അതിങ്ങനെ മടക്കി ചുരുട്ടി അങ്ങോട്ട് വെച്ചു. ഇനി അടുത്ത പരിപാടി എന്താ? ഇങ്ങോട്ട് വെച്ചല്ലോ. ഇപ്പം നമുക്കങ്ങനെ കിട്ടുക. അതപ്പോൾ ഞാൻ നോക്കുന്നത്. ഇതുപോലെ എടുത്തുകൊണ്ട് ഒന്നും പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ ഇട്ടാണ്ടാണ് തരുന്നത്. റോളക്സ് Yes. ഇസ് റെഡി? Yes.
ഇങ്ങനെ തന്നു അങ്ങോട്ട് കഴിച്ചു നോക്കുക. ഇവരുടെ അടുത്ത് പ്ലേറ്റ് ഒന്നുമില്ല. നോ പ്ലേറ്റ്. പ്ലാസ്റ്റിക്കിൽ ഇട്ടുകണേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയാരോ, നമ്മളെ റോളക്സ് കിട്ടി. റോളക്സ് പീസാക്കിയിട്ട് ഇങ്ങനെ കഴിച്ചു നോക്കാം നമുക്ക്. ഗുഡ്. ഉഗാണ്ടി വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡാണ് റോളക്സ്. നല്ല ടേസ്റ്റാണ്. മുളകൊന്നുമില്ല. മുളക് കിട്ടണമെങ്കിൽ ഒന്നുകൂടി പൊളിച്ചിരുന്നു. ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കുന്നപ്പോൾ അവിടെ കുട്ടികൾ ഇങ്ങനെ വന്നിരുന്നാണ് ഇങ്ങനെ മൂത്ത് നോക്കിയപ്പോൾ കുറച്ച് മുട്ടായി കൊണ്ടുകൊടുക്കുക വിചാരിച്ചു. അപ്പോൾ പോണ വഴിക്കുള്ള കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാമല്ലോ, രസമല്ലേ? ഹൗ മച്ച് ടോട്ടൽ ദിസ് വൺ? 30. ഒന്നിന് 100. അത്രേ ഉള്ളൂ. താങ്ക് യു. Can you put on that? Yeah, that one. ഒരു മുട്ടായി കടിക്കാം. നമുക്ക് പച്ച. ഇത് പച്ചയാണ് അല്ലേ? എനിക്കൊരു ചോപ്പ് പൊട്ടിച്ചടിക്കാം. പളിയോ? അപ്പൊ തന്നെ മാറ്റണോ? ഞങ്ങൾ റോളക്സ് ഒക്കെ കഴിച്ചു. സാധാരണ റോളക്സ് ഉണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ 2 ചപ്പാത്തി ഇടും. പിന്നെ അതുപോലെ ഈ ക്യാബേജ് ഇടില്ല പൊതുവെ. ഇവിടെ ഈ ഏരിയയിൽ അങ്ങനെ എന്തോ അറിയില്ല. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല സാധനമായിരുന്നു. ഇപ്പോൾ മാർക്കറ്റാണിത്. അപ്പോൾ ഒറിജിനൽ റോളക്സ് നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ അപ്പോൾ എടുക്കാം അല്ലേ? ഇതൊരു ഒറിജിനൽ റോളക്സ് ആയില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെ പല സ്ഥലത്ത് പലതായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. നമ്മളെ ഫെറി അവിടെ ഉണ്ട്. അതിൻ്റെ സൈഡിലുള്ള മാർക്കറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെയൊക്കെ ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീറ്റ് അങ്ങനെ പല സാധനങ്ങളും മിക്സാണ് ഇവിടുത്തെ ഫുഡ്. നമ്മൾ അവിടെ നിന്ന് കഴിക്കാത്തതുകൊണ്ട് ഞാൻ കയറുന്നില്ല. നമ്മൾ വേറെ ഓൾറെഡി ഫുള്ളാണ്. ചെറിയ കൂണാണ് പറഞ്ഞാൽ. ചെറിയ കൂണ് അത് ഉണക്കിയാണ്ട് കൂണ് ഉണക്കിയത് അവിടെ. ബത്തൽ ഉണക്കിയത്. സിൽവർ ഫിഷ് നിങ്ങൾ പറയാം അല്ലേ? സിൽവർ ഫിഷ് മക്കേനിയോ എന്തായാലും കുഴപ്പമില്ല. കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ. നമ്മളെ ഫെറിക്ക് അടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഫെറി വരാണ്ട്. അതിന് ചാർജ് കുറവാണ്. ആകെ $3 ഈ ഞങ്ങൾ പോകുന്ന സൗകര്യങ്ങളുമില്ല. വാഹനങ്ങളൊക്കെ കയറ്റുന്ന സമയം എടുക്കും അല്ലേ? 3.5 മണിക്കൂർ എടുക്കും. ഇത് 2 മണിക്കൂറാണെങ്കിൽ മറ്റേ 3.5 മണിക്കൂർ എടുക്കും. ഇതൊരു സ്പീഡ് ബോട്ട് പോലെയാണ്. അതെ. അപ്പോൾ അതിന് കയറാൻ വേണ്ടി വരുന്ന ഹലോ, ഡോണ്ട് ക്രൈ. ഹലോ. Thank you very much. So why crying? അതുപോലെ ഇവിടെ ഇതെന്താ ഫുഡ് റിയാസേ? ഫിഷാണത്. ഫിഷും ജീനട്ടും കാര്യങ്ങളും പൊടികളൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് ഇങ്ങനെ വേവിക്കുന്ന ഒരു സംഭവമാണത്. ഇത് ഉകാളി ഏതാ? കട അങ്ങനെ അതൊക്കെ ഇട്ടുകാണ്ട് ഉള്ളൊരു ഫുഡല്ലേ. നെക്സ്റ്റ് ടൈം അതൊന്നും ട്രൈ ചെയ്യണം. ഇവിടെ ഇനി ട്രൈ ചെയ്യാൻ ബാക്കി ഇനി വളരെ കുറച്ചുള്ളൂ. ഒക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞു. നമ്മളെ ഗേറ്റ് അടക്കണതാ. നമ്മളെ വണ്ടി അതിൽ കയറ്റിയിരിക്കണം. നമ്മളെ കയറ്റിയിൽ നമ്മൾ അടി അവനോട് കൈ കാണിച്ച് അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യും. വെയിറ്റ്. താങ്ക് യു. ഓൾറെഡി ഓക്കെ. അപ്പോൾ നമ്മളെ ബോട്ട് കയറാനുള്ള അവസാന സമയമായിക്കണം. നമ്മുടെ ബൈക്ക് കയറ്റിയപ്പോൾ ആളുകൾ കയറുന്നത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ക്യാപ്റ്റനും അസിസ്റ്റന്റ് ക്യാപ്റ്റനും 2 ആളും റെഡിയാണ്. Itabidi huko chini ndio wawashe. നമ്മളെ വണ്ടി മൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുത്തൻ ഇതാ അപ്പോൾ വന്ന് ഇറങ്ങുകയാണ് ഇവിടെ.
അവനും വേണ്ടിയിട്ട് ഇതൊന്നുകൂടി അടുപ്പിച്ചു. അതാ ഓക്കെ അറിയില്ലല്ലേ, ഓൻ തിരിച്ചു പോകണതാ, അവനെ കയറ്റിയില്ല. ഞാൻ വിചാരിച്ചു അടുപ്പിച്ച് കണ്ടപ്പോൾ അവനെ കയറ്റാന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാപ്റ്റൻ അത് സ്റ്റാർട്ട് ചെയ്ത് ഇതിമ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോൾ വണ്ടി ബാക്കൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാറിംഗ് ഒക്കെ തിരിക്കാവും. ഏതായാലും സംഭവം നല്ല രസമുണ്ട്. ഏതായാലും ക്യാപ്റ്റൻ ബുക്ക് നോക്കിയിട്ട് ഓരോന്ന് വായിക്കണ്. ഇപ്പം ഇവിടെ പിടിച്ച് എന്തൊക്കെ നിൽക്കണ്, വണ്ടി ബാക്കിലോട്ട് പോണ്. പൊളി. എനിക്കെന്താ മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം റിവേഴ്സ് ഗിയർ. കാരണം അത് ബാക്ക് ആക്കിയപ്പോഴാണ് വണ്ടി ബാക്ക് പോയത്. അപ്പോൾ അതാ ബ്രേക്ക് പിടിച്ചു. അതിനപ്പുറത്തുള്ള ചെറിയ ലിവർ ഇങ്ങനെ വലിച്ചപ്പോൾ ബ്രേക്ക്. തിരിഞ്ഞു. ആ സാധനം തിരിയാനുള്ളതാണ് കേട്ടോ. വണ്ടി ഇങ്ങനെ തിരിയുണ്ട്. അടിപൊളി. അതാ മുന്നിൽ ആക്കുന്നുണ്ടെങ്കിൽ മുന്നിൽ നോക്കാം നമുക്ക്. ഈ സാധനം ബാക്ക് ആക്കിയുള്ള വണ്ടി ബാക്കൊക്കെ വന്നത് ചെറിയ രീതിയിൽ ഇങ്ങനെ ആക്കുന്നുണ്ട്. ആങ്കർ ഇടാന് അപ്പ് ഡൗൺ സ്റ്റോപ്പ് ഡൗൺ കാര്യങ്ങൾ, അതായത് ആങ്കർ അപ്പ് ചെയ്യാന് താഴത്തേക്ക് ഇടാന് അതിനുള്ള സംഭവങ്ങളാണ് സ്വിച്ചുകൾ. സംഭവ രസം. ആ സാധനം മുന്നോട്ടാക്കിയിട്ട് സംഭവം വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാ തന്നെയാണോ സംശയമുണ്ട്. റിവേഴ്സ് ഗിയറും ഫ്രണ്ട് ഗിയറൊക്കെയാണോ സംശയമുണ്ട്. എനിക്കറിയില്ല, ഉറപ്പൊന്നും പറയാനും വയ്യ. കാരണം അയാളെ ഒരു കൈ അപ്പുറത്ത് മറ്റേ സ്വിച്ചിൽ നിൽക്കുന്നുണ്ട്, അതിനപ്പുറത്തുള്ളതിൽ. ഏതായാലും വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്, മെല്ലെ മെല്ലാണ് പോണത്. എപ്പോഴാണ് ഇത് ഫോർത്ത് ഗിയർക്കൊക്കെ വരിക? ആ ബോട്ട്, അവിടെ ഒരു ബോട്ടുകാരുണ്ട്. ആ ബോട്ടുകാരവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം മെല്ലെ പോണെന്ന് പറയുന്നത്. ആ ബോട്ടുകാരൻ നമ്മളെ റൂട്ടിലാന്ന് പറയുന്നത്. എന്റെ മാതിരല്ല, അവര് കുത്തി മറിച്ചിട്ട് പോവാതെ. എന്ത് മനുഷ്യനാ അത്? എല്ലാത്തൊരു മാനം തന്നെയാണ്. എന്നെ എടുത്താണ്ടായി കിട്ടാലോ, എന്നെ കൂടെ എടുത്താണ്ടായി കിട്ടാൻ തോന്നുന്നുണ്ട് ആ വെള്ളത്തേക്ക്. തോന്നാണ്. ശരിക്കും ഏറ്റവും ഫസ്റ്റ് പോണത് നമ്മളെ വണ്ടി കേട്ടോ. എന്താണ് ഏറ്റവും ഫ്രണ്ടില് അതേ വണ്ടി എത്തി. നമ്മൾ ബോട്ട് എടുത്തിട്ട് ഏകദേശം അരമണിക്കൂറിന് മുകളിലായി. അപ്പോൾ നമ്മൾ ശരിക്ക് അത്ഭുതപ്പെടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കായലിൽ, ലേക്ക് വിക്ടോറിയയിൽ ലേക്കിലൊരു കായലിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നമുക്ക് കര കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ കായലിൻ്റെ ഒക്കെ ഒരു നീളവും വീതിയും വലിപ്പമൊക്കെ ഒന്ന് ആലോചിക്കുമ്പോഴാണ് കര കാണുന്നില്ല. അത്രയും ലോങ് ആയിട്ടാണ് നമ്മളൊരു കടലിലൂടെയൊക്കെ പോകുന്ന ആരും ഫീലിംഗ്. എന്നാലോ തിരയൊന്നുമില്ല. പിന്നെ കായലിൽ നിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു നീളവും വീതി ആലോചിക്കുമ്പോഴാണ് ഇതിന് ഏറ്റവും വലിയ. നമ്മൾ ക്യാപ്റ്റന്മാരൊക്കെ സജീവമായിട്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം കലങ്കല ഐലൻഡിലേക്ക് അടുക്കുക. അത്യാവശ്യം വലുപ്പമുണ്ട്, നല്ല വലുപ്പമുണ്ട്. ചെറിയ ഐലൻഡ് അല്ല, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഐലൻഡാണ്. ഇവിടെ ഹോട്ടൽ റൂം 1-2 ആളുകളോട് സംസാരിച്ചു എന്നല്ലാതെ എവിടെയാണ് എന്താണെന്നോ അല്ലെങ്കിൽ കൺഫേം ഒന്നും അല്ല. എവിടെ എന്താ കിട്ടുന്ന ഒരു ഐഡിയ ഇല്ല. ഏതായാലും സംഭവം ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. അങ്ങനെ കയറി ചെല്ലാൻ അടിപൊളിയാണ്. ക്യാപ്റ്റൻ നിയന്ത്രണത്തിലാണ്, അവസാനവട്ട കൺട്രോളിങ്ങിലാണ്. കണ്ടിട്ട് ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ താമസവും കാര്യങ്ങളൊക്കെ. ഇല്ലടാ, ഈ ഏരിയയിലാണ് ഞാൻ താമസമൊക്കെ കാണുന്നത്. പിന്നെ അങ്ങോട്ട് ഫുള്ള് കാടാണ്. അവിടെ വണ്ടി പോണ കാണുന്നുണ്ട്. ഇവിടെ എത്തണ ഹോൾ അവിടെ നല്ല രസമുണ്ടല്ലേ. കുറച്ച്
സൈഡ് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. സോറി, കായലിലേക്ക്. അതായിരിക്കും തോന്നുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പോയി നിർത്താൻ പോകുന്നത്. അടിപൊളി, നല്ല വ്യൂ. Ice and wine, girl. Your skin smooth and your look so refined. Ice and wine, ice and wine, ice and wine. Me love how you flow your waistline. You're not sour like a lime. No, you're not juky like a pine. അവിടെ ക്യാരി ചെയ്യേണ്ടി അപ്പോൾ നമ്മൾ എവിടെ എത്തിയറിയോ? കലങ്കല ഐലൻഡ്. നമ്മളതാ ബൈക്ക് ഇതെവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ടെൻറ്റ്. ഇതാണ് നമ്മളെ ബീച്ച്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണ ബീച്ച്. നമ്മളെ ടെൻറ്റ് നിൽക്കുന്ന ഏരിയ നടക്കുന്ന ബീച്ചാണ്. അപ്പം നമ്മളെ ബീച്ചും സെറ്റപ്പൊക്കെ അടിപൊളിയാണ്. കൂടുതൽ വീഡിയോസും ഡീറ്റെയിൽസും ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.